So, classification of measurement instruments. അതായത് മെഷറിംഗ് ഇൻസ്ട്രുമെൻസിനെ നമുക്ക് മെയിൻലി 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. ദ നെയിം ഇറ്റ് സെൽഫ് tells that indicating instruments. Second one is recording instruments. Third one is integrating instruments. What do you mean by indicating instruments? ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻസിനകത്ത് നിങ്ങളൊരു വോൾട്ട് മീറ്ററോ അമീറ്ററോ കണ്ടു കാണും. ആ വോൾട്ട് മീറ്ററും അമീറ്ററിനകത്ത് പോയിൻറ്റേഴ്സ് കാണും. ഒരു സെമി സർക്കുലർ പാത്തിലൊരു സ്കെയില് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഈ പോയിൻറ്റേഴ്സ് നമ്മൾ വോൾട്ടേജ് കൊടുക്കുകയോ അമീറ്ററിൽ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് സപ്ലൈ ചെയ്യുമ്പോൾ അത് റീഡ് ചെയ്യും. ആ പോയിൻ്റർ ആ സ്കെയിലിലെ ഏതോ ഒരു പോയിന്റിൽ ചെന്നിട്ട് അത് റീഡ് ചെയ്യും. സോ അത്തരം ഇൻസ്ട്രുമെൻസിനെയാണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ദ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഹാവ് എ ഡയൽ, എ പോയിൻ്റർ ആൻഡ് unknown quantity will measure with respect to that deflecting torque. We can measure that indicating value. So indicating instruments ൻ്റെ എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. വളരെ സിമ്പിളായിട്ടുള്ള ഇൻസ്ട്രുമെൻസാണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. സിമ്പിളല്ല, ദർ ഈസ് ആൾവേസ് സം മെക്കാനിസം ഇൻസൈഡ് ദാറ്റ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. മേ ബി ഇറ്റ്സ് മെക്കാനിക്കൽ, ഇലക്ട്രോസ്റ്റാറ്റിക് as well as inductive mechanism inside that. So these are called indicating instruments. We will discuss deeply in following chapters. And second one is recording instrument. These instruments give a continuous record of given electrical quantity which is being measured over a specific period. What do you mean by a specific period? What do you mean by that specific period? Actually, when we measure using a recording instrument, some period of time, we were recording some data. For example, ECG graph, ECG ഇലക്ട്രോകാർഡിയോഗ്രാഫ്, നമ്മൾ ഹാർട്ടിൻ്റെ റെക്കോർഡിങ്സ് എടുക്കും. ഹാർട്ടിൻ്റെ ചലനങ്ങളെക്കുറിച്ചിട്ട്, മൂവ്മെൻറ്റിനെ കുറിച്ചിട്ട് നമ്മൾ ഗ്രാഫിക്കലി നമ്മളതിനെ റെക്കോർഡ് ചെയ്യും. ECG, EEG, ഇലക്ട്രോ എൻസെഫലോഗ്രാം, നമ്മളെ ബ്രെയിനിൻ്റെ ചലനങ്ങളെക്കുറിച്ചിട്ടും ഈ മെഷർ ചെയ്യാറുണ്ട്. കൂടാതെ എർത്ത് ക്വേക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് കണ്ടിട്ടുണ്ടല്ലോ, അതും ഇങ്ങനെ ഗ്രാഫിക്കലിയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ ദീസ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ കാൾഡ് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, either graphically or in a graphical measurements or plotting some XY graphs or some other techniques. We are recording measurements for a period of time, and these recordings are collected and analyzed and moved to a better result. These are called recording instruments. And the last one is integrating instruments. These instruments measure the
total quantity of electricity delivered over a period of time. Actually, these instruments will measure some values like energy for time period of time by using a disk or something, revolutions revolutions of disk is used for integrating instruments. That means integrating means നമ്മൾ ഓരോ വാല്യൂസിനെയും ചെറിയ ചെറിയ വാല്യൂസിനെയും അടുപ്പിച്ച് അല്ലെങ്കിൽ ആഡ് ചെയ്ത് നമ്മൾ അതിൻ്റെ ഒരു ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയും. ഡിഫറൻഷ്യേറ്റിംഗ് മീൻസ് നമ്മളൊരു വലിയൊരു വാല്യൂവിനെ നമ്മളൊരു ചെറിയ ഒരു സ്മാൾ ചേഞ്ച് ഇൻ വാല്യൂ ആക്കി മാറ്റി അതിനെ അനലൈസ് ചെയ്യുന്നതാണ് ഡിഫറൻഷ്യേറ്റിംഗ് എന്ന് പറയുന്നത്. ഇൻ്റഗ്രേറ്റിംഗ് എന്ന് പറയുന്നത് ചെറിയ കുറേ വാല്യൂസ് വെച്ചിട്ട് നമ്മൾ വലിയൊരു സിസ്റ്റത്തെ അനലൈസ് ചെയ്യും. അതാണ് ഇൻ്റഗ്രേറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. മാത്തമാറ്റിക്കൽ ടൂളും അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ദ നെയിം ഇറ്റ് സെൽഫ്, ദ ഇൻസ്ട്രുമെൻറ്റ് മെഷർ some amount of measuring quantity and then integrating these measuring quantities to give large value of measurable items. So for example, household energy meter ഒരു ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അതിൻ്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കറണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെയും വാല്യൂസ് എല്ലാം എടുത്ത് ഡിസ്കിൻ്റെ റെവല്യൂഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നു. നമ്മളതിനെക്കുറിച്ചിട്ട് പിന്നീട് പഠിക്കുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻസിൻ്റെ എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് 3 റിക്വയർമെൻറ്റ്സ് ആണുള്ളത്. സോ വി ഹാവ് ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം, എ കൺട്രോളിംഗ് സിസ്റ്റം, എ ഡാമ്പിംഗ് സിസ്റ്റം. ഒരു അൺനോൺ ക്വാണ്ടിറ്റിയെ നമ്മൾ കൺവേർട്ട് ചെയ്ത് മെക്കാനിക്കൽ ഫോഴ്സാക്കി അതിനെ മെഷർ ചെയ്യുമ്പോഴാണ്, പോയിൻ്റർ യൂസ് ചെയ്ത് മെഷർ ചെയ്യുമ്പോഴാണ് ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഫുൾഫിൽ ചെയ്യുന്നത്. വൺസ് മോർ, ഒരു അൺനോൺ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അൺനോൺ മെഷറൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ കൺവേർട്ട് ചെയ്യും. It may be a electrical quantity and it is converted to mechanical quantity, mechanical power or mechanical force. Then it is converted to converter or transferred to a pointer, and then the pointer will shows the indicating value of an indicating instrument. For a indicating instrument, these are the parameters: deflecting system, controlling system and a damping system. First of all, deflecting system. Most of the indicating instruments, the mechanical force is proportional to the quantity to be measured. In most of the indicating instruments, mechanical force is proportional to the quantity to be measured. That you mean what you mean by that deflecting torque TD will comes from that mechanical force. When we connect that electrical quantity to that indicating instrument, a mechanical force is developed, and this mechanical force is converted to a deflecting torque. The deflecting torque should overcome some amount of other torques inside that instrument. What are the other torques inside that instruments are? First one is the inertia of the moving system. We know for a moving system there is always a inertia inside that. നമ്മളൊരു ന്യൂട്ടൺസ് ലാ അനുസരിച്ചിട്ട് നമ്മളൊരു സിസ്റ്റം മൂവ് അല്ലെങ്കിൽ ഒരു പേഴ്സൺ മൂവ് ചെയ്യുമ്പോഴെങ്കിലും
അല്ലെങ്കിൽ ഒരു മൂവിങ് ഓബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനകത്തൊരു ഇനർഷ്യ കാണും. ദർ ഈസ് ആൾവേസ് എൻ ഇനർഷ്യ. സോ ആ ഇനർഷ്യ എന്ന് പറയുന്ന ലാ ഉള്ളത് കൊണ്ടും അതൊരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ ഇൻസ്ട്രുമെൻ്റ് ആയെങ്കിൽ കൂടി അതിനകത്തൊരു ഇനർഷ്യ ഉണ്ടാകും. ആ ഇനർഷ്യയെ നമ്മൾ ഓവർകം ചെയ്യണം. സെക്കൻഡ് വൺ ഈസ് കൺട്രോളിങ് ടോർക്ക്. ഈ കൺട്രോളിങ് ടോർക്ക് എന്ന് പറഞ്ഞാൽ ഒരു സിംപ്ലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്ത് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി കണക്ട് ചെയ്ത് അതിനെ മെക്കാനിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ ഡിഫ്ലക്റ്റ് ചെയ്യും, ഇൻഡിക്കേറ്റ് ചെയ്യും. അതിന് അതായത് നമ്മൾ ഒരു പോയിൻ്ററിനെ ഡിഫ്ലക്റ്റ് ചെയ്ത് നമ്മളിപ്പോൾ ഒരു 5 വോൾട്ടിൻ്റെ ഒരു മെഷർമെൻറ്റാണ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചോ. ഈ 5 വോൾട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് 5 വോൾട്ട് ഈ പോയിൻ്ററിൽ ചെന്ന് നിൽക്കും. പക്ഷേ 0-ൽ നിന്ന് 5 വോൾട്ട് പോയിൻ്റിൽ ചെന്ന് നിൽക്കും. പക്ഷേ ഈ 5 വോൾട്ടിൽ തന്നെ നമ്മൾ നിൽക്കുകയാണ്. നമ്മൾ 5 വോൾട്ട് നമ്മൾ കൊടുത്ത എക്സ്റ്റേണൽ ആയിട്ടുള്ള ആ സപ്ലൈ അല്ലെങ്കിൽ വോൾട്ട് നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിച്ച ആ ക്വാണ്ടിറ്റി അതിനെ നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഈ 5 വോൾട്ടിൽ തന്നെ നിൽക്കാൻ പാടില്ല. അത് 0-ലേക്ക് തിരിച്ചു വരണം. അടുത്ത മെഷർമെൻറ്റ്സ് എടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മെക്കാനിസം ഈ ഇൻസ്ട്രുമെൻസിനകത്തുണ്ട്. അതാണ് കൺട്രോളിങ് ടോർക്ക് എന്ന് പറയുന്നത്. ഈ പോയിൻ്ററിനെ തിരിച്ച് ഇനിഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെക്കാനിസം ഇൻസൈഡ് ദാറ്റ് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അതാണ് കൺട്രോളിങ് ടോർക്ക് എന്ന് പറയുന്നത്. ഇനി ഡാമ്പിംഗ് ടോർക്ക് എന്നൊരു സാധനമുണ്ട്. ഈ ഡാമ്പിംഗ് ടോർക്ക് പിന്നീട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഡാമ്പിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഈ പോയിൻ്റർ ഉണ്ടല്ലോ, ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോയിൻ്റർ 0-ൽ നിന്ന് നമ്മൾ 5 വോൾട്ടിൽ ചെന്ന് നിൽക്കും. ഈ 5 വോൾട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ മെക്കാനിക്കലി ഫോഴ്സ് കൊണ്ടാണ് അത് 5 വോൾട്ടിൽ ചെന്ന് നിൽക്കുന്നത്. പക്ഷേ ഒരു ഇൻസ്ട്രുമെൻറ്റിനകത്ത് സം ഡാമ്പിങ് ഇഫക്ട്സ് കാണും. അപ്പോൾ ഈ 5 വോൾട്ടിൻ്റെ അവിടെ നിന്നുകൊണ്ട് സം വൈബ്രേഷൻസ് ഈ പോയിൻറ്റേഴ്സിന് കാണിക്കും. അപ്പോൾ ഈ വൈബ്രേഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഡാമ്പിംഗ് ടോർക്ക് യൂസ് ചെയ്യുന്നത്. സോ ഇൻ മോസ്റ്റ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്സ് മെക്കാനിക്കൽ ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ക്വാണ്ടിറ്റി ബി മെഷേർഡ് എന്ന് പറയാം.